നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സുപ്രധാന വിഷയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരൽപ്പം വ്യത്യസ്തവുമാണ് ഈ വിഷയം. കോഴിക്കോട് ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയാണ് അവിടുത്തെ അധ്യാപകർ. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ഇങ്ങനെ ഒരു ക്യാമ്പസിനെ ലിപ്സ്റ്റിക് ഫ്രീ ആക്കുന്നതിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് പ്രധാനമായി അവർ എടുത്തു കാണിക്കുന്നു. സ്കൂളിലെ കുട്ടികൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? അതിന് പിന്നിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത്? അതോ മാറുന്ന സൗന്ദര്യ സങ്കല്പത്തെ എതിർക്കുന്നവരാണോ ലിപ്സ്റ്റിക്കിനെ തടയുന്നത്? അങ്ങനെ 100,000 ചോദ്യങ്ങൾ ഈ കുഞ്ഞു കാര്യത്തിൽ ഉയരുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, ഈ കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നത് വിലക്കേണ്ടതാണോ? തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ പറയുമ്പോ ഒരു അനുഭവകഥ കൂടി ഇവിടെ പറയാനുണ്ട്. അതും ഞാൻ പറയാം. അതിന്റെ ഒരു അനുഭവം അത് ഞാൻ പറയാം. ഒരു സെക്കൻഡ് എനിക്ക് തരണം. അപ്പോ ഈ സാധനം കെമിക്കൽസ് ആണ് തീർച്ചയായിട്ടും. ഇത് ചുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആയ ഒരു ഭാഗമാണ്. ആ ഭാഗമൊക്കെ ഇത് തട്ടിക്കഴിഞ്ഞാൽ അതില് കെമിക്കൽസിന്റെ സൈഡ് എഫക്റ്റുകൾ വായിലും പിന്നെ അതിന്റെ നമ്മള് എന്താ പറയാ ഈ നാവിനും ഇതിനും എല്ലാ ഭാഗത്തേക്കും ബാധിക്കുക ഉറപ്പാണത്. കാരണം അങ്ങനെയാണ് ഈ സാധനം. അങ്ങനെയാണെങ്കിൽ സ്കൂളിലെ കുട്ടികളിൽ മാത്രമാണോ നിരോധിക്കേണ്ടത്, അതോ മൊത്തത്തിൽ വിപണിയിൽ നിന്ന് നിരോധിക്കേണ്ടതാണോ? മൊത്തത്തിൽ വേണം. അതാ ഞാൻ പറഞ്ഞപ്പോ ഈ ക്യാപ്ഷൻ പറഞ്ഞിങ്ങനെ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും നിരോധിക്കേണ്ടതാണ്. അപ്പൊ എല്ലാ ഈ സാധനം ഇത് മാത്രമല്ല, ഈ കോസ്മെറ്റിക് ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് മുഴുവൻ അങ്ങനെ തന്നെയാണ്. മുഖത്ത് കഴിക്കുന്ന സാധനം മുഴുവൻ ഈ യഥാർത്ഥ സൗന്ദര്യത്തിനെ ഇല്ലാതാക്കും ക്രമേണ. വസ്തുനിഷ്ഠമായ സൗന്ദര്യ മാനദണ്ഡങ്ങൾ വിപണി സൃഷ്ടിക്കുന്നതാണോ? ഇപ്പൊ കാണുന്നത് മുഴുവൻ യഥാർത്ഥ സൗന്ദര്യങ്ങളല്ല, ഒക്കെ പൊയ്മുഖങ്ങളെന്ന് പറയും പോലെയാണ്. പൊയ്മുഖങ്ങളാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഞാൻ പറയാം, എന്റെ അനുഭവത പറയാം. എന്റെ മകന്റെ കല്യാണത്തിന് ഫിക്സേഷൻ പോയപ്പോ 2008 പോയ സമയത്ത് കുറച്ച് 17 കൊല്ലമായി. പേരക്കുട്ടിക്ക് തന്നെ 17 വയസ്സായി. അപ്പൊ പോയപ്പോ ഈ പെൺകുട്ടി ഞങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോ അങ്ങനെയൊന്നുമില്ല, സാധാരണ ഇത് ഇട്ടിട്ടാണ് നിന്നുണ്ടായിരുന്നത്. കുട്ടി ചുണ്ട് ചോപ്പിച്ച് അയ്യോ മനുഷ്യൻ കാണില്ല, അത്ര വൾഗറായിട്ടാണ് കണ്ടത്. എന്റെ ഭാര്യന്റെ ഇത് നോണ്ടിങ്ങനെ മോഹൻദാസിന് വയസ്സായതുകൊണ്ട് തോന്നുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഒരു പുതിയ മാറുന്ന സൗന്ദര്യ സങ്കല്പമാണ്. നമുക്കിപ്പോ പൗഡർ ഇട്ടാൽ മേക്കപ്പ് ചെയ്ത് ഒരാളെ കാണുമ്പോൾ അതിപ്പോ സൗന്ദര്യ സങ്കല്പം മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? എന്നിട്ടല്ല അതിന്റെ കഥ ഞാൻ പറയാം. അനുബന്ധം കൂടി പറയട്ടെ. അപ്പൊ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയാ. അപ്പൊ ഞാൻ ആ സമയത്ത് പറയാൻ പാടില്ലല്ലോ, മോശമല്ലേ, നിറയെ ബന്ധുക്കളും അതിന്റെ വിസിറ്റേഴ്സ് ഒക്കെ ഉള്ളപ്പോ ഞാൻ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ സാധനം കല്യാണത്തിന് വരുമ്പോൾ ഇടരുതെന്ന് പറഞ്ഞു. കേട്ടു, തീർച്ചയായിട്ടും കേട്ടു, അനുസരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, അത് വേറൊരു കാര്യം. അവരിത് കേൾക്കുന്നുണ്ടോ? ഈ പരിപാടി അവർ കാണുന്നുണ്ട് കേട്ടോ, ചിലപ്പോ കാണാൻ സാധ്യത ഉണ്ടാവും. ഇല്ല, ധൈര്യമായിട്ടിരിക്കും. കാരണം അവര് ജോലി ഇന്നിപ്പോ ഒഴിവായിരിക്കും. അവർ കോയമ്പത്തൂരാണ്, ഇവിടെ അല്ല, എന്റെ കൂടെ അല്ല. അപ്പൊ അവിടെ വന്ന സമയത്ത് ആ കുട്ടി അതൊന്നും ഇട്ടില്ല കേട്ടോ. വളരെ സാധാരണ നന്നായി. അത് കാരണം പറയാൻ കാര്യം ഇപ്പോഴും ആ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്, 2 വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. അത് നോക്കുമ്പോൾ അറിയുന്നതിന്റെ വ്യത്യാസം. അപ്പൊ ഇതാണ് അതിന്റെ കഥകളൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഒരു നാടുവാഴി തന്റെ കൂടെ ഒരു വൃത്തനെയും കൂടി പോകുന്ന സമയത്ത് 2 സ്ത്രീകൾ വരുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇവന്റെ തറവാട്ടിലെ ഒരു സ്ത്രീയാണ്, അത് മറ്റേ വൃത്തിയാണ്. അപ്പോ ഇയാള് പറഞ്ഞ അന്ന് കവിതകളിലാണ് സംസാരിക്കുക. അപ്പൊ ചോദിച്ചു കാതിലോല എന്ന് ചോദിച്ചു. അപ്പൊ വൃത്യൻ മറുപടി പറഞ്ഞു നല്ലതാളി എന്ന് മറുപടി പറഞ്ഞു. മനസ്സിലായി എന്റെ അർത്ഥം? ഇല്ല. കാതിലോല കാ അതിലോല, കാ അതിൽ ഏറ്റവും സുന്ദരി ആര്? അപ്പൊ വൃത്യൻ പറഞ്ഞത് നല്ലതാളി, നല്ലത് ആളി എന്ന് പറഞ്ഞ തോഴി. അപ്പോ മറ്റേ സ്ത്രീ തറവാട്ടിലുള്ള സ്ത്രീ സർവാലങ്കാര ഭൂഷിയായിട്ട് വന്നു, മറ്റൊരു സാധാരണ നാച്ചുറൽ ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ചൊല്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ മുമ്പ് പഠിച്ചില്ല. താങ്ക് യു. ഏതായാലും ശ്രീ മോഹൻദാസ് അങ്ങനെ ഈ സൗന്ദര്യ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ലിപ്സ്റ്റിക്കും അധിക മേക്കപ്പുകളൊന്നുമില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഏതായാലും പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, ഈ തലശ്ശേരിക്ക് അടുത്താണ് ഈ കോഴിക്കോട് അല്ലേ? അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. നിങ്ങൾ തലശ്ശേരി അടുത്തല്ല, എന്നാലും ഞാൻ പറയാം, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ. അപ്പോൾ
അവിടെ എങ്ങനെ ഈ ലിപ്സ്റ്റിക്കിനോടൊരു വേണ്ട എന്നൊരു നിലപാട് ആളുകൾക്കുണ്ടോ? ശ്രീ പീതാംബരൻ. ശരി, ഓക്കെ, പീതാംബരനിലേക്ക് ഞാൻ വരാം. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, നമസ്കാരം. ശ്രീ ദാസന് ലിപ്സ്റ്റിക് ഇടുന്ന കുട്ടികളെ പറ്റി എന്ത് തോന്നുന്നു? അവരെ അത് ലിപ്സ്റ്റിക്കിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണോ, അതോ അത് അനാവശ്യമാണ്, അവർ ലിപ്സ്റ്റിക് ഇട്ടോട്ടെ എന്നാണോ ശ്രീ ദാസൻ? അവർക്ക് നമുക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നതല്ലാതെ നിർബന്ധമായി ചെയ്യുന്നത് ശരിയില്ല. കാര്യം ഇത് ശരീരത്തിന് എന്തുകൊണ്ടും ദോഷം തന്നെയാണ് ഈ സംഗതി. ചെറിയ പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിൽ അവർക്ക് ഒരു ലിപ്സ്റ്റിക്കിടെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരോട് നല്ല രീതിയിൽ നമ്മൾ രക്ഷാക്കൾ പറഞ്ഞു നോക്കുമ്പോളെ ഇത് പാടില്ല, ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ രോഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ തരത്തിലും ഉപയോഗിച്ചാൽ ഇത് ഒഴിവാക്കുന്ന പറയുന്നത് എന്റെ അഭിപ്രായം. പക്ഷെ അത് ബലം പ്രയോഗിച്ചിട്ട് ചില കാര്യങ്ങളാണ് അവനും എന്റെ അഭിപ്രായം. ഓക്കെ, യെസ്, വ്യക്തമാണ്. കൊയിലാണ്ടിയിലെ സ്കൂൾ ഗവൺമെന്റ് മാപ്പിള സ്കൂളിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ റഷീദ് കൊയിലാണ്ടിയെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് നമുക്കൊപ്പം ചേരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രേക്ഷക സൂപ്പി അമ്പിളി കോഴഞ്ചേരി നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് തോന്നുന്നത്? ഇത് ഒരു മാറുന്ന സൗന്ദര്യ സങ്കല്പത്തിൻ്റെ രീതികളാണ്. ഇപ്പോൾ സ്ത്രീകൾ ധാരാളം ലിപ്സ്റ്റിക് ഇടുന്നു. പണ്ട് അതങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കുറേ പേർ മേക്കപ്പ് ചെയ്യുന്നു, സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നു, സൗന്ദര്യം കുറേ കൂടി പ്രാധാന്യമുള്ളൊരു ഘടകമായി വരുന്നു. ശ്രീ അമ്പിളിക്ക് അത് എന്തു തോന്നുന്നു? യെസ്, ഞാൻ എനിക്ക് തോന്നുന്ന ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ശ്രീ സൂപ്പി വെള്ളമുണ്ടയിൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി. ഹലോ. നമസ്കാരം. എന്ത് വിഷയം എന്ന് പറയാമോ സാറേ? ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, കേൾക്കാമോ? ജയ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ജയ, ഈ സ്കൂളിൽ ലിപ്സ്റ്റിക് ഇടുന്നത് ഒരു വലിയ തർക്കമായി വരുമ്പോൾ അത് ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ അത് ശീലിക്കുന്നു. അതിനെ ഗുഡ് ഈവനിങ് മനു. കുട്ടികൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കണമെന്നില്ല. സ്ത്രീകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് അതിനെ പറ്റി അറിവില്ലല്ലോ. അവര് വായിക്കാത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവും. അതൊരു 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല. +2 അല്ലേ? അപ്പൊ 16-17 വയസ്സിലാണല്ലോ ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു സൗന്ദര്യം ഒന്ന് കൂട്ടണമെന്നൊക്കെ കൂടുതലായി തോന്നുന്നൊരു സമയമല്ലേ? അവരിട്ടോട്ടെ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇടാതിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് അറിവുണ്ടല്ലോ മനു, അതകത്ത് വായിക്കകത്ത് പൊയ്ക്കൂടാന്നൊക്കെയുള്ള അറിവുണ്ട്. തന്നെയല്ല, നല്ല ബ്രാൻഡഡ് സാധനം ഇട്ടാൽ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. യെസ്, ശ്രീമതി ബേബി പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ബേബി, ഈ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ മാറുകയാണ്. പണ്ടത്തെ കാഴ്ചപ്പാടല്ല ഇപ്പോഴുള്ളത്. സ്ത്രീകൾ പറയുന്നത്, ഞാൻ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറെ കൂടെ കോൺഫിഡൻസ് കിട്ടുന്നു എന്നാണ്. ശ്രീമതി ബേബിക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ കോൺഫിഡൻസിന്റെ ആവശ്യം കുട്ടികൾക്കുണ്ടെന്നാണോ അതോ വേണ്ട? കുട്ടികൾക്ക് കോൺഫിഡൻസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കാനല്ല ഈ സ്കൂളിലോട്ട് വരുന്നത്. അല്ലാതെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക്കിലൂടെ മാത്രമാണ് അടങ്ങിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ജോലി ചെയ്യാൻ പോകുന്നവരൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടല്ലോ. അപ്പൊ ജോലി ചെയ്യുന്നതിനൊപ്പം അതൊരു കോൺഫിഡൻസ് അങ്ങനെയല്ലേ? എന്തോ കേട്ടില്ല. ജോലി ചെയ്യാൻ പോകുന്നവർ, ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്ന ആളുകൾ, അവർ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടല്ലോ. ഇടുന്നുണ്ട്. അപ്പൊ അവർ ജോലിക്കല്ലേ പോകുന്നത്? അപ്പൊ ആ കാര്യം ചെയ്താൽ പോരെ എന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. ലിപ്സ്റ്റിക് ഇടുന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ സ്വയം ഉള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ, അവര് സ്വയം വിശ്വസിക്കുകയാണ്. ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ലേ ഒരാൾക്ക്? ഉണ്ടാവും. ഉണ്ടാവില്ലേ? പക്ഷേ ഇവര് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സാധാരണ വസ്ത്രം, ലുങ്കിയോ ഷർട്ടോ ഒക്കെ ഇട്ട് നടക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കോട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കുറെ കൂടി കോൺഫിഡൻസ്, നമ്മളൊരു കാര്യം പറയാൻ പോകുമ്പോൾ നമ്മളെ ആളുകൾ ഗൗരവത്തിലെടുക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അതില് തെറ്റുണ്ടോ? അതില് എന്നെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് പറയുന്നത് ഒരു ലിപ്സ്റ്റിക്കിൽ അടങ്ങിയതല്ല. കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ പ്രസന്റേഷൻ, അതിലൊക്കെ ഒരു കോൺഫിഡൻസ് വരണ്ട. അല്ലാതെ ഒരു ലിപ്സ്റ്റിക്കിലൂടെയോ ഒരു ഡ്രസ്സിങ്ങിലൂടെയോ അല്ല. അത് ഒരുവിധം ആൾക്കാർക്ക് സ്വയം തോന്നലാണ്. നമ്മൾ അങ്ങനെ കിട്ടുമ്പോൾ കോൺഫിഡൻസ് വരും എന്നുള്ളൊരു തോന്നലാണ്. ശ്രീമതി ബേബി ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ജോലി ചെയ്യുന്ന ആളല്ല.
ഓക്കെ. അപ്പൊ ലിപ്സ്റ്റിക് കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ വേണ്ട എന്ന നിലപാടാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് താങ്കളുടെ അതെ, അഭിപ്രായം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം പ്രത്യേകിച്ച് സ്കൂളുകളിൽ നമ്മൾ പൊതുകാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നില്ല. സ്കൂൾ മേഖലകൾ നമ്മളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾ സ്കൂളിലോട്ട് വരുന്നത് അത് മാത്രം ചെയ്താൽ മതി. എന്തോ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനാണ്. അപ്പൊ ഫുൾ ഫോക്കസ് പഠിത്തത്തിൽ മാത്രം കൊടുക്കുക എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ല, പഠിത്തത്തിൽ പറയാൻ നമുക്കത് ലിപ്സ്റ്റിക്കിലൂടെ മാത്രമേ ഫോക്കസ് വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, ഓക്കെ. ഏതായാലും വളരെ വ്യക്തമാണ്. അത് ശ്രീമതി ബേബി പാലക്കാട് നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഷാജി ഭാസ്കർ ഇന്നത്തെ വിഷയം തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊരു വലിയ വിഷയമാണ് ഷാജി ഭാസ്കർ. കാരണം ഒരു സ്കൂളിൽ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് ലിപ്സ്റ്റിക് അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് അവിടുത്തെ PTA തീരുമാനിക്കുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമായാണ് എന്നൊരു ചോദ്യം ഉയരുന്നു. അത് ഈ മതപരമായ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അല്ല, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അവർ എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഇനി എനിക്ക് തോന്നുന്നു മറ്റു സ്കൂളുകളിലേക്ക്, ഇതൊരു സർക്കാർ സ്കൂളിലാണല്ലോ ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കും, അപ്പോൾ മറ്റു സ്കൂളുകളിലേക്ക് ഇത് വരണോ? അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ആകെ ബാധിക്കാൻ പോകുന്ന ഈ സൗന്ദര്യ മാനദണ്ഡത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൊതുവേദി പ്രേക്ഷകരും കൂടി പങ്കുവെക്കട്ടെ എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ഷിജു കിരിയത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, സുനിമോളും ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ബിനീഷ് എറണാകുളത്താണ് വിളിക്കുന്നത്. ശ്രീ ബിനീഷ്. ഗുഡ് ആഫ്റ്റർനൂൺ. ബിനീഷ്, ഈ സൗന്ദര്യ വർധനത്തെ കുറിച്ചൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? അതൊക്കെ ആവശ്യമായ കാര്യമാണ്, അത് നമ്മൾ സാധാരണ മതി എന്ന നിലപാടാണ്? ഇല്ലില്ല, ഒരിക്കലുമില്ല. നമുക്ക് സൗന്ദര്യവർദ്ധന അതൊരു എന്തായാലും അതൊരു ആവശ്യമാണ്. കാരണം ഈ നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, സ്കൂളായാലോ എവിടെ പോകുമ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സിൽ ഒന്നാണ് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ മേക്കപ്പ് എല്ലാം. അപ്പൊ ശ്രീ ബിനീഷ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാനൊരു ഓൺ ബിസിനസ് നടത്തുന്ന ഒരു ആഡ് ഏജൻസി നടത്തുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ക്ലയന്റിനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നു, നമ്മൾ കാണാനൊക്കെ ഒരു സുമുഖനാണ് എന്ന് തോന്നുമ്പോൾ കൂടുതൽ ഒരു ബിസിനസ്സിന് ഒരു എഡ്ജ് കിട്ടും എന്ന് കരുതുന്നുണ്ടോ? ഒഫ്കോഴ്സ് നമ്മൾ എവിടെ പോയാലും നമ്മൾ വരുന്ന കസ്റ്റമർ വന്നാലും നമ്മൾ നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ് ചെയ്താലും അത് നമ്മുടെ അപ്പിയറൻസിന് വലിയൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ഓരോ മിസ് യൂണിവേഴ്സ് ആയാലും ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ അവരെല്ലാം സ്കൂളുകളും കോളേജുകളും പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവരെല്ലാം അവരുടെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു ഫീൽഡിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് നമുക്ക് ആരും അത് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഒരു പ്രൂവൺ ആയിട്ട് ഇതുവരെ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വേൾഡ് ക്രോക്സ് ഓഫ് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ നമുക്കൊരു മെഡിക്കൽ സയൻസിൽ വന്നിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് എഫക്ട് ചെയ്യുന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഏതായാലും ആ പ്രതികരണം വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. കാരണം ആളുകൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കുറെ കൂടി ഒരു നല്ല വസ്ത്രം ധരിക്കുക എന്നത്, നമ്മൾ അതിനാണല്ലോ ആദ്യം ബാർബർ ഷോപ്പുകൾ എന്ന മുടിവെട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാകുകയും പിന്നെ അത് ബ്യൂട്ടി പാർലറുകളായി മാറുകയും ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ട് ജോസഫ് പറയുന്നത് പുരോഗമന ചിന്തയുള്ള സർക്കാരിൻ്റെ കീഴിൽ ഇടുങ്ങിയ ഗതിയുള്ള സമൂഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിക്കും മക്കൾക്കും ആകാം, മറ്റുള്ളവർ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആരെയാണ് ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി ജോസഫ്. ഏതായാലും ഞാനത് പറയുന്നില്ല അങ്ങ് പറയാത്ത സാഹചര്യത്തിൽ. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ഷാജിയാണ്, പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? ഞാൻ ഒരിക്കലും അത് ഉപയോഗിക്കുന്ന ആളേ അല്ല. പൗഡർ പോലും ഞാൻ ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അല്ലാതെ തന്നെ താൻ സുന്ദരനാണ് എന്ന വലിയൊരു ബോധം, ആത്മാഭിമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട് അല്ലേ? ദൈവം തന്നിരിക്കുന്ന ഈ സൗന്ദര്യം മതി നമുക്ക്. അതെ. അപ്പൊ ഇത് ഇപ്പൊ ഒരു ഷാജി എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചില്ല. പക്ഷെ എങ്കിലും അങ്ങനത്തെ ജോലിപരമായ ആവശ്യങ്ങളിൽ അതൊക്കെ ഒരു പ്രകടമാകുന്ന ഒരു കാര്യമാണോ? ഈ തീർച്ചയായിട്ടും ഞാൻ സിനിമാ മേഖലയിലൊക്കെ ക്യാമറമാന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സീരിയലിനകത്തൊക്കെ. അപ്പൊ ഈ സീരിയലിലും സിനിമയിലും ഒക്കെ സ്ത്രീകൾ ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണല്ലോ സാധാരണ അഭിനയിക്കുന്നത്. പുരുഷന്മാരും ലിപ്സ്റ്റിക് ഉള്ളവരുണ്ട് കേട്ടോ, ധാരാളം അല്ലേ? നമ്മുടെ ടെലിവിഷൻ ആങ്കേഴ്സ് പലരും മേക്കപ്പ് ഒക്കെ ഇട്ടാണ്. മേക്കപ്പാണ് അത് തുടച്ചാൻ കളയും. അതും അന്നേരത്തേക്കുള്ളതേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്മാമ 55 വയസ്സുണ്ട്. മുഖം എല്ലാം കൂടി നല്ല വെളുത്തൊരു അമ്മാമയാണ്. ആ അമ്മാമയും മോനും മുഖത്തെല്ലാം കൂടി എന്തോ വാരി തേച്ചു. ഞാൻ വിചാരിച്ചു വല്ലതും കടന്തൽ വല്ലതും കുത്തിയതായിരിക്കുന്നത്. ഞാൻ മോനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, മുഖം വെളുപ്പിക്കാൻ വേണ്ടി വാരി തേച്ചതാണ്. എന്തോന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അവരുടെ മുഖത്തല്ല എല്ലാം പാടാം.
വെളുക്കാൻ തേച്ചത് പാണ്ടായി അല്ലേ? അത് തന്നെ. ശരി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ട് ആരോഗ്യത്തിന് ഇത് ഹാനികരമാണ്. അത് മുമ്പേ ഒരു മാഡം പറഞ്ഞ പോലെ തന്നെ 15 വയസ്സ് താഴെയുള്ളവർക്ക് വേണ്ട, മറ്റുള്ളവർ ഉപയോഗിക്കട്ടെ. ഇത് മുതിർന്നവർക്കും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. കാരണം എന്തെങ്കിലും ഭക്ഷണം വല്ലതും കഴിക്കുമ്പോൾ ആ ചുണ്ടില് തോന്നിയിരിക്കുന്ന സാധനം അത് എങ്ങനെയായാലും കെമിക്കൽ അത് ഉള്ളിലോട്ട് പോകും. അതുകൊണ്ട് ഇത് പൂർണ്ണമായും നടത്തണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ പ്രസന്നൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസന്നൻ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ശ്രീ പ്രസന്നൻ, സ്വാഭാവികമല്ലേ പെൺകുട്ടികൾ 16-17 വയസ്സാകുമ്പോൾ അവർ കുറെ കൂടി സുന്ദരികളാകാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ കുറേയൊക്കെ അവരെ നമ്മൾ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. എനിക്ക് ഈ വിഷയത്തിൽ ഒരു അല്പം അനുഭവ സമ്പത്തോടു കൂടി മറുപടി പറയാൻ പറ്റും. കാരണം ഞാൻ എന്റെ ഗൾഫ് ജീവിതത്തില് ഞാനൊരു തിരക്കുള്ള മനുഷ്യരായിരുന്നു. പക്ഷെ ദിവസത്തിൽ 2 നേരം പെൺപിള്ളേരുടെ +2 പെൺപിള്ളേരുടെ സ്കൂൾ ബസ് ഓടിച്ചിരുന്നു. 25 സീറ്റുള്ള ബസ്. രാവിലെ 1 മണിക്കൂർ 7 മണിക്കാണ് അസംബ്ലി കൂടുന്നത്. അപ്പൊ 6 മണി തൊട്ട് 7 മണി വരെ. ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂൾ വിടും, 1 മണി തൊട്ട് 2 മണി വരെ. അപ്പൊ എനിക്ക് വേറെ ജോലികളുണ്ട്. അതിനിടയ്ക്ക് ഇതും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൊതുസമൂഹം പോലെയല്ല. അവിടെ പിള്ളേര് കർശനമായ നിയന്ത്രണമാണ്, നിയമമാണ്. ഒരുങ്ങിക്കെട്ടി വരാൻ പാടില്ല. അതായത് വലിയ ഷെയ്ഖുമാരുടെ പിള്ളേരും ടാക്സി ഡ്രൈവർമാരുടെ പൊതുവെ പല വിഭാഗത്തിലുള്ള ആളുകൾ പിള്ളേര് വരും. അപ്പൊ ഈ വേഷഭൂഷാദികളെ കൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു അപകർഷതാബോധമോ അല്ലെങ്കിൽ മറിച്ചോ വരാൻ പാടില്ല എന്ന് അവിടുത്തെ സർക്കാരിന് നിയമത്തിന് വളരെ നിർബന്ധമുണ്ട്. ഒരു അരപ്പവന്റെ മാലയിൽ കൂടുതൽ ഒരു കുട്ടികളും ധരിക്കാൻ പാടില്ലെന്ന് കർശന നിർബന്ധമാണ്. വേണമെങ്കിൽ ഒരു 2 ഗ്രാമിന്റെ ഒരു ഫിംഗർ റിങ് വേണമെങ്കിലാവാം. ഇതൊക്കെ കർശനമായിട്ട് നിരോധിക്കുന്നത് വിദ്യാഭ്യാസ കാലത്ത്. അത് കുട്ടികളുടെ ഒരു തരംതിരിവുണ്ടല്ലോ. എന്താ പറയാ, ഈ സ്കൂളിൽ ഒരുങ്ങി കെട്ടി വരുമ്പോ ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ സമ്പത്തിന്റെ കുമിഞ്ഞൂടലുകളെ കൊണ്ട് അതൊക്കെ ഈ ഇവിടെ മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ ഉള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. അതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അത്. അപ്പൊ എന്റെ 18 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ ഗൾഫ് ജീവിതത്തിൽ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്കിത് നേരിട്ട് അറിയാവുന്ന 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് ആ കാര്യത്തിൽ അറിയാവുന്നതാണ്. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ആയിക്കോട്ടെ, ഈ പഠനകാലത്തിന് ശേഷം ഇടാതിരിക്കുക എന്ത് വേണമെങ്കിലും ഒക്കെ ആവട്ടെ, പഠിക്കുമ്പോഴാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, യെസ്, ഏതായാലും വ്യക്തമാണ് അഭിപ്രായം. കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് ഇതിൽ അഭിപ്രായം പറയാനുണ്ട് കേട്ടോ. ഷാജി ഭാസ്കർ എന്നോട് ചോദിച്ചത് ഇത് ടോപ്പിക്ക് ശരിയായില്ലെന്നാണ്. പക്ഷേ ഒരുപാട് പുതിയ ആളുകൾക്ക് കൂടി ഇതിൽ അഭിപ്രായം പറയാൻ അവസരം കിട്ടുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഒരു റിട്ടയർഡ് അധ്യാപകൻ ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ്, ശ്രീ ബിജു. ശ്രീ ബിജു, അങ്ങ് ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. ഒപ്പം വിദ്യാഭ്യാസ രംഗത്ത് ദീർഘനാളത്തെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും കൂടിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് കുറേയൊക്കെ ഒരു കൺസിഡറേഷൻ എപ്പോഴെങ്കിലും കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് എങ്ങനെ മാരകമായി കാണേണ്ടതുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് എനിക്ക് പറയുന്നത് ഒന്നും നിരോധിച്ചത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് കാണാം യഥാർത്ഥത്തില്. അപ്പൊ ഇത് ലിപ്സ്റ്റിക് ഉപയോഗം നിരോധിക്കുക എന്ന് പറയുന്നത് നമ്മൾ താലിബാൻ യോഗത്തിലൊന്നും അല്ലല്ലോ താമസിക്കും. നമ്മളിപ്പോ താലിബാൻകാരിങ്ങനെ ഓരോന്നായിട്ട് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചു. ഇങ്ങനെ ഓരോന്നും നമുക്ക് നിരോധിച്ചുകൊണ്ട് സ്കൂളുകാരിപ്പോ ഇത് യഥാർത്ഥത്തിൽ നിരോധിക്കുന്നതിന് ഒരു ബോധവൽക്കരണം നടത്തിയിരുന്നെങ്കിൽ ഇത് നന്നായിരിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. കാരണം ഒരു വസ്ത്രധാരണമായിരുന്നാലും ലിപ്സ്റ്റിക് ഉപയോഗമായിരുന്നാലും മുഖത്ത് പൗഡർ ഇടുന്നായിരുന്നാലും ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ കടന്നു കയറാൻ ഒരിക്കലും ആരെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊരു തെറ്റായ സമീപനമാണ്. അത് സർക്കാർ കറക്റ്റായിട്ട് അത് ഇടപെട്ട് ഇത് തിരുത്തണം. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അപ്പൊ അവര് പറയുന്നത് ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള വലിയ ഭീതി വരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസിന് വേണ്ടി പൗഡർ ഉപയോഗം എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നിരന്തരം എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ? പലരും ഉപയോഗിക്കുന്നുണ്ട്. കുറെ പേര് മാത്രമേ അത് ഉപയോഗിക്കാതിരിക്കുന്നുള്ളൂ. എല്ലാ പൗഡർ മിക്കവാറും ഒക്കെ എന്തല്ല ഏത് പ്രശ്നവും ആരോഗ്യത്തിന് ബാധിക്കുന്നതായ 100,000 കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളിങ്ങനെ നിരോധനം ഏർപ്പെടുത്തിക്കാല്ല. ഇവിടെ മദ്യം നിരോധിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ മദ്യ ഉപയോഗം വന്നത്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ ഈ ലിപ്സ്റ്റിക് കമ്പനിയുമായിട്ട് വല്ല ടൈപ്പ് ഉണ്ടോ എന്നാണ് എനിക്ക്. കാരണം ഇത് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്കിന് അമിതമായ പ്രാധാന്യം അവിടെ കൈവരുകയും നല്ലൊരു ഇത് എന്താണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഉപഭോഗം കൂടും കുട്ടികൾ. ഇത് രഹസ്യമായിട്ട് സ്കൂളിൽ കഴിഞ്ഞിട്ടെങ്കിലും ഇറങ്ങുമ്പോഴെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകും കുട്ടികൾ. മനസ്സിലായി. ലിപ്സ്റ്റിക് നിരോധിക്കുമ്പോൾ അവർക്ക് ഒരു അഭിവാഞ്ച കൂടുകയാണ്, ഇത് എപ്പോഴെങ്കിലും ഒന്ന് തേക്കണമെന്നും അല്ലേ? അത് കൂടും. അത് ഒരു കാരണവശാൽ അല്ല, നല്ലൊരു ബോധവൽക്കരണം. അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അത് കറക്റ്റായിട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തി
ബോധവൽക്കരണമാണ് ആ സ്കൂളുകാർ ചെയ്യേണ്ടിരുന്നത്. അതൊരു സ്കൂളായിട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. പിന്നെ താങ്കളോട് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഒരു ദീർഘകാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പരിചയസമ്പന്നനായ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പല ആളുകളും പറയുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനാണ്, അപ്പോൾ അവർ പഠിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നിടത്തേക്ക് അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പലപ്പോഴും പല തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ താല്പര്യപ്പെടുന്നു. അപ്പോൾ എൻ്റെ മോന്, ഞാൻ അവനിൽ നിന്നാണ് അത് കാണുന്നത്, പലതരം ഫുട്ബോൾ താരങ്ങളെ പോലെ മുടിവെട്ടാൻ ശ്രമിക്കുന്നു. തികച്ചും തെറ്റായ കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സ്കൂളില് ഒരു കുട്ടി മുടി വളർത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പ്രധാന അധ്യാപകൻ ഇച്ചിരി ഒരു വളരെ ഒരു കഠിന ഹൃദയനായ ഒരാളായിരുന്നു ആ കാലത്ത്. പുള്ളി ആ മുടി ഒന്ന് വെട്ടിച്ചു. മുടി വെട്ടിച്ചതിന്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ആ സ്കൂളിലെ നാട്ടുകാർ ഉപരോധിക്കുന്ന രീതിയിലേക്ക് മാറി. കാരണം ആ മുടി ആ കുട്ടിയെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു രീതിയായിരുന്നു. ആ മുടി മുറിച്ചപ്പോഴത്തേക്കും കുട്ടിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, വലിയ പ്രശ്നമായി. അപ്പൊ അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ട് ആ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിലൊന്നും സ്കൂളുകാര് ഇങ്ങനെ വല്ലാതെ ഇടപെടുന്നതിൽ അപ്പോൾ സ്വഭാവ ദൂഷ്യമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ തന്ത്രപൂർവ്വം തന്നെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥിതിയാണ്. പലപ്പോഴും അതിനെ ഇൻസൾട്ട് ചെയ്താൽ തന്നെ ചിലപ്പോഴത്തെ കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ്, അവർ പല രീതിയിലേക്ക് പോകും. അത് വളരെ സൂക്ഷിച്ചു. അപ്പൊ ഈ സ്കൂളിൽ മാത്രമായിട്ട് ലിപ്സ്റ്റിക് നിരോധിച്ചത് ഒട്ടുമേ ശരിയായിട്ടില്ല. അത് ഒരു കാരണവശാലും അത് അങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ സ്കൂളുകാർ മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. ഏതായാലും നമ്മുടെ ശ്രീ ബിജുവിന്, അദ്ദേഹം ഒരു അധ്യാപകൻ, ഹെഡ് മാസ്റ്ററുമായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ആളുകൾ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയാണ്. ചിലർ കൈയടിക്കുന്നുണ്ട്, ഷിജു ഒക്കെ കൈയടിക്കുകയാണ്. അപ്പോൾ അതേപോലെ ധന്യ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബിജു മാഷ് സൂപ്പറാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അബുറാഷ്ദാൻ പറയുന്നത്, സാർ കുട്ടികൾ ജീവിക്കാനാണ് പഠിക്കുന്നത്, സൗന്ദര്യം മത്സരിക്കാനൊന്നും അല്ലല്ലോ സാറിന്. അപ്പോൾ അവർ പഠിച്ചാൽ മാത്രം മതിയെന്നാണ്. രഘുനന്ദനൻ എന്നോട് പറയുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിരോധിക്കണം എന്ന് പറയുന്നു. സത്യമാണ്, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ കുളിക്കാൻ മറന്നാലും ചിലർ ലിപ്സ്റ്റിക് ഇടാൻ മറക്കില്ല എന്ന്. അങ്ങനെയും ചില ആളുകൾ, ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി വേറെയും ചില ആളുകളോടൊക്കെ ചോദിച്ചോട്ടെ പൊതുവേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെന്താണ് ഇതിൻ്റെ ഒരു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞ് അവർക്ക് കുളിച്ചില്ലെങ്കിലും പല്ല് വെച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവാണെന്ന്. അതാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ധന്യ ബിജു മാഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. സുധി പറയുന്നു താനില്ല എന്ന്, ചർച്ചയിലില്ല എന്ന് പറയുന്നു. ഓക്കെ, സുനിമോൾ വന്നിട്ടുണ്ട്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജോസഫ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബിജു സാർ പറയുന്നത് ഗ്രേറ്റ് ആണെന്നൊക്കെ ധന്യ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ശ്രീ അമ്പിളി കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഹലോ. ശ്രീമതി അമ്പിളി, ഈ നമുക്കറിയാലോ കുട്ടികൾ ഒരു 16-17 വയസ്സുള്ള കുട്ടികളാണ്. അവർ പലതരത്തിൽ മുടിയൊക്കെ പലതരത്തിലാക്കാൻ ശ്രമിക്കുന്നു. ലിപ്സ്റ്റിക്, ഞാൻ ഒരു 15 വയസ്സുള്ള കുട്ടിയുടെയും 11 വയസ്സുള്ള കുട്ടിയുടെയും അമ്മയാണ്. എന്റെ മോന് 15 വയസ്സ്, ഈ വർഷം 10ലേക്ക്. മോളിപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം അവര് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളില് ഈ 2024 ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. സാറ് പറഞ്ഞ പ്രശ്നമായിരുന്നു, എന്താണെന്നറിയോ, കുട്ടികൾ മുടിയിൽ വല്ലാണ്ട് വേഷം കിട്ടുക. അപ്പൊ ഞാൻ അവിടെ MBTA ഇരിക്കുന്ന ഒരാളും കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ MBTA പ്രസിഡന്റ് ആയിരുന്നു, ഇത്തവണ MBTA വൈസ് പ്രസിഡന്റ്. അപ്പൊ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ HM മാനേജ്മെന്റും നമ്മളെ വിളിച്ചിരുത്തി PTA-ക്കാരോടാ ചോദിക്കുക. കാരണം അവർക്ക് അടിച്ചേൽപ്പിക്കാനല്ലേ ഒരു നിയമം സ്കൂളിൽ പറയാൻ അവർക്ക് അതെ, അവിടെ കുട്ടികളെ ഭയമാണ്. കാരണം ഒരു ആനുവൽ ഡേ വന്നാൽ പുറത്തു നിന്നുള്ള കുട്ടികൾ വന്ന് അലമ്പുണ്ടാക്കുന്നത് കൊണ്ട് ഒരു യൂണിഫോം ഇട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരുടെ നേരെ കൈ ചൂണ്ടി അടിക്കാൻ വരുന്ന കുട്ടികളാണ് ചില കുട്ടികൾ, എല്ലാ കുട്ടികളും അല്ല. അപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പൊ പുതിയ HM വന്നു, ബിനു സാറ്. അപ്പൊ സാറ് ആദ്യം തന്നെ HM ആയിട്ട് ചാർജ് എടുത്തപ്പോ ഞങ്ങൾ അമ്മമാരെയും പേരന്റ്സിനെ PTA വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു കാര്യം, കുട്ടികൾ ഈ മുടിയിൽ വല്ലാണ്ട് വേഷം കെട്ടി വരുന്നു. അപ്പം കുട്ടികളുടെ മുടി 2 സൈഡിൽ പിന്നി റിബൺ വെച്ച് മടക്കി കെട്ടി വരുന്നതിനോട് അതിന് ഫസ്റ്റ് yes എന്ന് ഉത്തരം കൊടുത്തത് ഞാനായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്റെ മകൾ അരയ്ക്കൊപ്പം മുടിയുള്ള ആളാണ്. അപ്പൊ അവളുടെ മുടി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം തൊട്ട് LKG തൊട്ടേ മുടി വളർത്തുന്നതുകൊണ്ട് ഞാൻ 2 സൈഡിലും മുടി പിന്നി കെട്ടി അങ്ങനെ വിട്ടോണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഇപ്പൊ എന്റെ ആ ഫാഷൻ കാര്യം എതിർക്കുന്ന ഒരു പ്രായമായി തുടങ്ങി. അപ്പം സ്വാതന്ത്ര്യം വേണ്ട, ഇന്ന് പഴയ കാലത്തെ പോലെയല്ല.
അതെ, എന്നാലും സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. ഇവർക്ക് സ്വാതന്ത്ര്യത്തിന് ആർട്സ് ഡേ ഉണ്ട്, കലോത്സവങ്ങളുണ്ട്. കുട്ടികൾക്ക് ആവശ്യത്തിന് മേക്കപ്പും ലിപ്സ്റ്റിക്കും മുടിയിൽ കളിക്കാനും ഇതാക്കാനും ഒക്കെ ആനുവൽ ഡേ പല പല പിന്നെ ആഘോഷ പരിപാടികൾ സ്കൂളിൽ വരുന്നുണ്ട്. ഓണത്തിന് അവർക്ക് കളർ ഡ്രസ് ഇട്ട് ചെല്ലാം, ക്രിസ്മസിന് ചെല്ലാം, ആനുവൽ ഫംഗ്ഷനുകൾക്ക് ചെല്ലാം. പിന്നെ അതുപോലെ തന്നെ ആർട്സ് ഡേ വരുമ്പോൾ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴൊക്കെ ഒരുങ്ങി അവരുടെ ഇഷ്ടത്തിനുള്ള മാന്യമായ ഡ്രസ്സ് ധരിച്ച് ചെല്ലാം. ഞങ്ങളുടെ സ്കൂളിൽ മാന്യമായ ഏത് ഡ്രസ്സും ഞങ്ങളുടെ സ്കൂളിൽ PTA മാനേജ്മെന്റും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഇപ്പത്തെ ചില ടീച്ചേഴ്സിനെ കണ്ട കുട്ടികളെ കഴിഞ്ഞ് കഷ്ടമാണ്. അവര് ലിപ്സ്റ്റിക്കും വാരി തേച്ച് പുട്ടിയിട്ട് മുടിയും സ്ട്രേറ്റ് ചെയ്ത് അവിടെ ഇവിടെ എത്താത്ത ചുരിദാർ ഇട്ട് പണ്ടൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും. അപ്പൊ ഇവരെ ആദ്യം മാതൃക കാണിച്ചു കൊടുക്കണം. എനിക്ക് ചെറിയ ഒന്ന് രണ്ട് സംശയങ്ങൾ ശ്രീമതി അമ്പിളി ഈ വിഷയത്തിൽ വളരെ ഗഹനമായി ഇടപെടുന്ന ആളായതുകൊണ്ട് ഞാൻ ആ സംശയങ്ങളൊന്നും അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരാൾ മുടി സ്ട്രെയിറ്റൻ ചെയ്താൽ അത് കുഴപ്പമാണെന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ കുഴപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചില ടീച്ചേഴ്സ് സ്കൂളിൽ വരുമ്പം അവര് മൊത്തത്തിൽ പുട്ടിയൊക്കെ അടിച്ച് നല്ല സ്റ്റൈലിഷ് ആയി വരുമ്പോഴല്ലേ ടീച്ചറിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? അതല്ലേ വേണ്ടത്? അല്ല, ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ടീച്ചേഴ്സ് വരുമ്പോ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നോ ഒരുങ്ങി മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന ടീച്ചർ മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞു. ഇവര് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഇവര് കുറച്ച് മോഡേൺ ആയിട്ട് ഈ കുട്ടികളുടെ മുന്നിൽ വരുമ്പം കുട്ടികളുടെ ഇടയ്ക്ക് ചർച്ച ഉണ്ടാവുന്നുണ്ട് സാർ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുട്ടി 16 വയസ്സുള്ള കുട്ടിയും 11 വയസ്സുള്ള കുട്ടിയും വന്നിട്ട് അവരിട്ട് ഇന്ന ആ ടീച്ചർ ഇട്ട ചുരിദാറിന്റെ കാര്യം വരെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാം, ഇന്ന ടീച്ചർ ഇത്ര ചുരിദാർ ഇത്ര ദിവസം കൊണ്ട് ഇട്ടു, ടീച്ചർ മുടി സ്ട്രെയിറ്റ് ചെയ്തു, മറ്റേ ടീച്ചർക്ക് ഇത്ര ഇന്ന മോഡലിൽ മുടി കെട്ടി. അപ്പൊ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവരെല്ലാം സമൂഹത്തിൽ നിന്നും നമ്മളിൽ നിന്നും പിടിച്ചെടുക്കും. അപ്പൊ ഒരു സ്കൂളിൽ നിയന്ത്രണം വെക്കുമ്പം അവിടുത്തെ അധ്യാപകരും അതോടൊപ്പം നിൽക്കണം. കാരണം അധ്യാപകർ നന്നായാലേ കുട്ടികൾ നന്നാവുള്ളൂ. അധ്യാപകർ നന്നല്ലാന്ന് ഞാൻ അല്ല കേട്ടോ പറയുന്നത്. അപ്പം ഈ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാലോ, കല്യാണങ്ങള് ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കും. ഇപ്പൊ മരണ വീട്ടിൽ പോകുമ്പോൾ പോലും അത് ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥയായി. പിന്നെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ നിരോധിക്കുകയാണ് എല്ലാ മേക്കപ്പ് സാധനങ്ങളും നിരോധിക്കണം. അതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. നേരത്തെ ഒരു മാഷ് പറഞ്ഞ മാതിരി മദ്യനിരോധനത്തിന്റെ കാര്യം പറഞ്ഞ മാതിരി നിരോധിച്ച് അതുകൊണ്ട് കാര്യമില്ല. ബോധവൽക്കരണം കൊടുക്കുക. പിന്നെ സ്കൂളുകളിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പഠനം മാത്രമല്ല, കളിയും ഒരുക്കവും എല്ലാം നമുക്ക്, ആട്ടവും പാട്ടും ഡാൻസും എല്ലാം വേണം. പക്ഷെ നമ്മളും പഠിച്ചു വന്ന സാഹചര്യത്തിൽ ഒരു ക്ലാസ്സിലിരിക്കുമ്പം അതിൻ്റെതായി ഇരിക്കുന്നില്ലേ? 5ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നില്ലേ? 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല, ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പം ലിപ്സ്റ്റിക്ക് പോയോ, ലിപ്സ്റ്റിക് ഇട്ട് നോക്കുക, കുഞ്ഞിൽ കയ്യിൽ ചെറിയ കണ്ണാടി കൊണ്ടുവരും, ഇതൊക്കെ നമ്മൾ കാണുന്നതാ. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലും മുടി കെട്ടാൻ നിർബന്ധമായിട്ട് പറയുമ്പം ചില കുട്ടികൾ തട്ട വിട്ട് വരുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളും അല്ല, ചില കുട്ടികൾ ഞങ്ങൾക്ക് തട്ട വിടുന്നത് കൊണ്ട് മുടി കെട്ടാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവർ HM കാണുമ്പോൾ മാത്രം തട്ടം വലിച്ച് തലയിലിടും. നേരെ കണ്ടിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത സമയത്ത് അവർ കഴുത്തേ കൂടെ ചുറ്റിയിടും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് പാരന്റ്സ് മീറ്റിംഗ് കൂടി കർശനമായിട്ട് അത് സ്കൂളിൽ നിരോധിച്ചു. അത് പറ്റില്ല, എല്ലാ കുട്ടികൾക്കും ഒരുപോലെയല്ലേ. യെസ്, ഓക്കെ. ഏതായാലും വളരെ വിശദമായ ഒരു അഭിപ്രായമാണ് ശ്രീമതി അമ്പിളി വ്യക്തമാക്കുന്നത്. അതൊരു മദർ PTA വക്താവ് എന്ന നിലയിൽ കൂടിയാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഞാനിതിനെയൊക്കെ എനിക്കിത് മനസ്സിലാകുന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരു 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ കുട്ടി നല്ല വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുടി ഉപയോഗിച്ച് വരികയോ ചെയ്താൽ അതെങ്ങനെ ആ ക്ലാസ്സിനെ എൻ്റെ ഡിസിപ്ലിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ അധ്യാപകർക്കും PTA പങ്കെടുക്കുന്ന ആളുകൾക്കും അറിയാവുന്ന ആളാണ്. ഏതായാലും അമ്പിളി ടീച്ചറെ ധന്യ അംഗീകരിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളിൽ തൊട്ട് കളിക്കരുത്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ജോസഫാണ്. ഓക്കെ. സുധി പറയുന്നു, ന്യൂ ജനറേഷൻ പെൺപിള്ളേർക്ക് പഠിത്തം നിർത്തേണ്ടി വന്നാൽ പോലും ലിപ്സ്റ്റിക്കും മൊബൈൽ ഫോണും ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ചിലർ ഈ ലിപ്സ്റ്റിക് ഇടണ്ട എന്ന് പറയുന്നത് അസൂയ കൊണ്ടാണ് എന്ന് പറയുന്നവരും ഉണ്ട്. കുട്ടികളെ കൂടുതൽ നിയന്ത്രിച്ചാൽ പണി കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുന്നു സച്ചിദാസ്. ഓക്കെ, ഇത് ഏത് യുഗത്തിലാണ് ആളുകൾ ജീവിക്കുന്നതെന്നൊക്കെയാണ് സച്ചിദാസ് ചോദിക്കുന്നത്. ഒന്നും അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ദയാന പറയുന്ന അധ്യാപകർക്ക് സൗന്ദര്യം പോലും ഇല്ലാത്തതുകൊണ്ടാണ് മുടിയുടെ സൗന്ദര്യം വൈവിധ്യം അംഗീകരിക്കാൻ പറ്റാത്തവർ ആണ്, അപ്ഡേറ്റ് ആകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ അനുകൂലിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവർ നല്ല ഭംഗിയായിട്ട് വരട്ടെ എന്നാണ്. ഭംഗി എന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യമാണല്ലോ അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഭംഗിയല്ലാന്ന് തോന്നും, ചില ആളുകൾക്ക് അതാണ് ഒരു കോൺഫിഡൻസ് നൽകുന്നതെന്ന് പറയും. ഓക്കെ, ശ്രീ ശശിധരൻ വയലാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, കാലം മാറി, നമ്മൾ മാറണോ? ശ്രീ ശശിധരൻ വയലാർ, നമ്മൾ ഈ പുതിയ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ കേൾക്കാൻ തുടങ്ങണോ? ഞാൻ ഒരുറക്കം കഴിഞ്ഞാൽ തന്നെ എത്ര സമയമായി വെയിറ്റ് ചെയ്യണം. ഞാനേ ഒരുറക്കവും കഴിഞ്ഞാൽ ഇപ്പം ഇത് എടുക്കണത്. ശരി,
അത്ര വെയിറ്റ് ചെയ്തു, എത്ര 15 മിനിറ്റോളം. നമുക്ക് ധാരാളം പ്രേക്ഷകരില്ലേ, അപ്പൊ അത് സന്തോഷിക്കല്ലേ വേണ്ട. പൊതുവേദി അങ്ങനെ ജനപ്രിയമാവുകയാണെന്നേ. ശരി, നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം. അഭിപ്രായങ്ങൾ ഒരുപാട് നീണ്ടു പോണതുകൊണ്ടാണ്. മനു ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടോ? ലിപ്സ്റ്റിക്കില് ഞാൻ പക്ഷെ ഇവിടെ ചില സമയത്ത് ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഇതിൽ ലിപ് ബാമും പെടുമെന്നാ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഇന്ന് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളെ സ്റ്റുഡിയോയിൽ മേക്കപ്പ് ചെയ്ത പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മേക്കപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനത് ലിപ്സ്റ്റിക് ഇട്ടാൽ മോശമല്ലേ. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമല്ല, ഞാൻ കുറച്ച് പ്രായമായ ആളല്ലേ. പുതിയ യങ്സ്റ്റേഴ്സ് ഒക്കെ വെറുതെ വല്ലതും പറയല്ലേ, നിങ്ങളെ എന്റെ പകുതി വയസ്സ് പോലും. അത് കേട്ടെ, ഇത് അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം ഒരു വ്യത്യസ്തമാണ്. കാരണം ചില ഒരു മേക്കപ്പിന് മുമ്പ് കണ്ടും മേക്കപ്പ് കഴിഞ്ഞ് കാണുമ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഈ കൊച്ചു ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. ആയിപ്പോയല്ലോ. അതായത് പിന്നെ ആവശ്യത്തിന് വരുത്തല്ല, കണ്ടമാനം അധികരിച്ച് ഈ ആവശ്യത്തിന്റെ ഒരു മാനദണ്ഡം ആര് നിശ്ചയിക്കുന്നുള്ള ചോദ്യം. ഇപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എത്ര വരെ? അതല്ല, അത് സ്വാതന്ത്ര്യപ്പെട്ടതാണ്. ഞാൻ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലരുടെ ചുണ്ടുകൾ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നുന്നതുകൊണ്ട് പറയുന്നതാണ്. കാരണം നമ്മുടെ ഉള്ള സൗന്ദര്യത്തെ കൂടെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉപയോഗം ഇതിനുണ്ട്. പിന്നെ അത് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ബോധവൽക്കരണം വീട്ടുകാരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. സ്കൂളുകാർക്കൊന്നും അതിനകത്ത് വലിയ പാലിച്ച ഉത്തരവാദിത്തമൊന്നും ഇതിനകത്തില്ല. പിന്നെ മനുവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് വിചാരിച്ചതാണ്. ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്തത് വളരെ സങ്കടകരമാണ്. അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും എടുക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമുണ്ട്. നമ്മുടെ 10,000-കണക്കിന് പേര് ഉപജീവനം നടത്തുന്ന ലോട്ടറി എന്ന് പറഞ്ഞ സാധനം, അതിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. ആ വിഷയവും ചർച്ചയ്ക്ക് എടുക്കണം. ഒരു ദിവസം എടുത്തേക്കാം. ലോട്ടറി തൊഴിലാളികളുടെ പ്രതികരണമൊക്കെ അവരൊക്കെ കച്ചവടം നമ്മൾ കണ്ണുമുമ്പിൽ കാണുന്നതാണ്. അവരൊക്കെ കച്ചവടം ഇല്ലാതെ വന്ന് അവര് പല ഗതികേടിലായിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം പരിഷ്കാരം അറിഞ്ഞില്ലേ? മനു അറിഞ്ഞില്ലേ? കാരണം 50 രൂപയൊക്കെ ഒരു ടിക്കറ്റിന്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? 40 രൂപയായിരുന്നു ഏറ്റവും മിനിമം പ്രൈസ്. 100 രൂപയായിരുന്നു. അതായത് 2000-ന്റെ പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ 200-ന്റെ ഒക്കെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് സമ്മാനങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളത്. അത് നിരന്തരം സമ്മാനങ്ങൾ കൂട്ടണമെന്നുള്ള ആവശ്യം അവർ പറയുന്നുണ്ട് ആളുകളെ ഇതെടുക്കാൻ. പറയട്ടെ, എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് 50-ന്റെ പ്രൈസ് ഒരു 10-3 ജില്ലാൻ ഇട്ട് കൊടുത്തു. അതിന്റെ ഫലം എന്താണെന്നറിയാമോ? ആർക്കും 10 പൈസയുടെ പ്രയോജനമില്ല. ശരി, നമുക്കതൊരു ദിവസം ആ വിഷയം എടുക്കാം. ആയിക്കോട്ടെ. ഏതായാലും ഇന്ന് താങ്കൾ അത് സൂചിപ്പിച്ച സ്ഥിതിക്ക് ഇതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചിലര് ഇപ്പം നമ്മൾ വയസ്സിന്റെ കാര്യം പറഞ്ഞോണ്ട് എന്നെ കണ്ടാൽ 17 വയസ്സേ തോന്നുന്നുള്ളൂ എന്ന് ഷിജു പറയാം കേട്ടോ. ഏതായാലും അത് ശരിയൊന്നുമല്ല. എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ഒരു 40-45 എന്നാലും കുറവാ പറഞ്ഞത്. കുഴപ്പമില്ല. 40-45 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് കുഴപ്പമില്ല, കുറവാണ്. ഓക്കെ. ശരി. ശ്രീ ശശിധരന് എന്തെങ്കിലും ഒരു സമ്മാനം തരണം കേട്ടോ. കാരണം അത്രയും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത്രയും എന്നെ കോൺഫിഡൻസ് അങ്ങ് ബൂസ്റ്റ് ചെയ്യാണ്. ഭയങ്കരമാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ശശിധരൻ. ഓക്കെ, സുധി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രമോദ് നനു പറയുന്നത് ടീച്ചർമാർ മാന്യമായി വസ്ത്രം ധരിക്കണമെന്നാണ്. ടീച്ചർമാരൊക്കെ മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു മാന്യത കുറഞ്ഞ് വസ്ത്രം ധരിക്കുന്ന ഒരു ടീച്ചറെ പോലും ഇത്രയും കാലത്തിനിടയിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകുമായിരിക്കും. ഓക്കെ, പിന്നെ ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിക്കുന്നത് ജീവൻ ബാബു ആണ്. ജീവിച്ചിട്ട് 90-കളിൽ. ഓക്കെ, എനിക്കെന്താന്ന് വായിക്കാൻ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക്. ദിവാകരൻ. ശ്രീ ദിവാകരൻ. ശ്രീ ദിവാകരൻ ഈ ചെറുപ്പകാലത്ത് ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു? ഇങ്ങനെ ബാർബർ ഷോപ്പിൽ ചെല്ലുക, അന്നൊരു പക്ഷേ ഈ ഹിപ്പീസത്തിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നില്ല, നമ്മുടെ പഴയ ബെൽ ബോട്ടം പാൻറ് അങ്ങനെയൊക്കെ ആയിരുന്നു? ഞാനക്ക് ജന്മസിദ്ധമായിട്ട് ഞാൻ വെളുത്തം കറുത്തല്ല, നല്ല വെള്ളയാ. എന്റെ മക്കളും എല്ലാം വെളുത്തിട്ട. പക്ഷെ ഞാൻ അത് പറയുന്നില്ല, വെളുത്തയിലും സൗന്ദര്യമുണ്ട്, കറുത്തയിലും സൗന്ദര്യമുണ്ട്, മുഖശ്രീത്വം. അല്ല, ഞാൻ ചോദിച്ചതല്ല, അങ്ങയുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പക്ഷേ ഈ ഹിപ്പീസം ഒക്കെ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. നിറയെ മുടി ആളുകൾ വളർത്ത്, സ്റ്റെപ്പ് കട്ടിങ്, ഡിസ്കോ കട്ടിങ്. സാറേ, പിന്നെ അതായത് പെർമിറ്റഡ് കളേഴ്സ് യൂസ്, ബ്യൂട്ടീഷ്യന്മാർ അത് ശ്രദ്ധിക്കണം. പെർമിറ്റഡ് കളേഴ്സ് യൂസ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് എക്സ്പയറി ഡേറ്റും മാനുഫാക്ചർ ഡേറ്റും. പിന്നെ അവർ ഈ മുഖത്ത് കുത്തുമ്പോൾ നീഡിൽ ഒരാൾക്ക് യൂസ് ചെയ്ത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എയ്ഡ്സ് പോലത്തെ മാരക രോഗം വരും. പിന്നെ ഈ കുട്ടികളെ ഈ കണ്ടമാനം ഈ കോമാളീനെ പോലെ
നമുക്ക് പ്രകൃതിദത്തമായി കിട്ടുന്ന സൗന്ദര്യം വിലയേറിയത് വാല്യുബിൾ ആയിട്ടുള്ള സൗന്ദര്യം. അപ്പം പിന്നെ ഇത് കണ്ടമാനം വായിച്ച് ഘോഷയാത്രക്കെല്ലാം ഈ പെർമിറ്റഡ് കളേഴ്സ് യൂസ് അല്ലാതെ പോയിസൈഡിലെ കുട്ടികളെ കണ്ണിനും ബ്ലഡിലെല്ലാം ചേരൂല. ഈ കുണ്ടി വാരി തേച്ചിട്ട് അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് പിന്നെ അധികൃതർ പിന്നെ കണ്ടുപിടിച്ചിട്ട് ഇത് പിന്നെ ഇത് ചെയ്യണം, നശിപ്പിക്കണം. എന്താ പറഞ്ഞാല് ഇത് മനുഷ്യ ശരീരത്തിൽ ചേരുന്ന ചില ബ്യൂട്ടീഷ്യന്മാർ എന്തെല്ലോ കളി കളിക്കുന്നുണ്ട്. മുഖത്തെല്ലാം ഈ ഞാൻ പണ്ടുള്ള പ്രായമുള്ള ആൾ പറയും പ്രഥമം കുടിച്ച ഗ്ലാസ് പോലെയാക്കൂ. എങ്ങനെ ആടാടാടാടാടാ അതേപോലെ മുഖം എന്തെല്ലോ കൊണ്ട് എന്നിട്ട് പിന്നെ സർജറി, പ്ലാസ്റ്റിക് സർജറി അവരെടുക്ക കൊണ്ടേ അവര് ചെയ്ത് ഇത് ചെയ്ത് എന്താ ജന്മസിദ്ധമായ ഒരു കഴിവ് വേണം, ലൈറ്റായിട്ട് വേണോ ഒരു സംതൃപ്തിക്ക്. ഇപ്പം ചാനലിലെല്ലാം ഇങ്ങനെയുള്ള ചെയ്യുന്നത് നല്ലതാ. അത് സാറും ഇപ്പം പറഞ്ഞല്ലോ, ഞാനും ഒരു 73 വയസ്സ്, ഞാനും ഒരു വലിയ കലാകാരൻ തന്നെയാണ്. ദൂരദർശൻ കൈരളിയെല്ലാം പ്രോഗ്രാം അവതരിപ്പിച്ച ആള് തന്നെയാണ്, ഇപ്പൊ ഒരു ഗായകനാ. അപ്പോ ഞാനും അങ്ങനെ തന്നെയാ. വേണോ ലൈറ്റ് വേണം, പക്ഷെ അമിതമായ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ അമിതമായാലും അമൃതം വരില്ല. ശരി, വ്യക്തമാണെന്ന്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ്. ശ്രീ ദിവാകരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുക. ഏതായാലും നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ ബിജു മാഷിന് നിറയെ പേർ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ് വളരെ ശരിയാണ് എന്ന് ഒക്കെ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. റോബിൻ എന്നോടൊപ്പം ചേരുന്നത് മണിമലയിൽ നിന്നാണ്. മണിമലയിൽ നിന്നപ്പോൾ ഇവിടെ പൊതുവേദിക്ക് ധാരാളം പ്രേക്ഷകരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് കണ്ടില്ല, അദ്ദേഹം മണിമലക്കാരനാണ്. റോബിൻ മണിമലയിലുള്ള ആളാണ്. റോബിൻ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ബസ് സ്റ്റോപ്പ് മേഖലയാണ്. അപ്പൊ ഈ ആളുകൾ, കുട്ടികൾ ഇങ്ങനെ ലിപ്സ്റ്റിക്കും സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് സ്കൂളിലേക്ക് പോകുന്നതിനെ ശ്രീ റോബിൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? സാറേ, ഇത് ഞാൻ ഈ സംഭവം ചോദിച്ചാൽ ഈ കാലം മാറിപ്പോയി, മനുഷ്യരെല്ലാം മാറ്റമായി. ഇപ്പൊ മനുഷ്യൻ പൊതുവെ എല്ലാ കാര്യം കുട്ടികളെ തന്നെ കുറ്റം വേണ്ട കാര്യമില്ല. ഈ ലോകം മൊത്തം വേറെ തരത്തിലേക്കാ പോന്നെ. കുഞ്ഞുങ്ങളെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ വേണ്ടി തന്നെ പോകുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാനല്ല പോന്നെ. ഏതാ ഇപ്പം ഈ ലിപ്സ്റ്റിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് വീട്ടിൽ മാതാപിതാക്കൾ പറഞ്ഞ് സംസാരിക്കുക, അതൊരു കൗൺസിലിംഗിന് പോകാൻ നടത്തി പിള്ളേരെ മനസ്സിലാക്കണം. അതാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ലിപ്സ്റ്റിക് എല്ലാം നിരോധിക്കണ്ടേ? ഈ കുട്ടികളുടെ ബാഗ് ആദ്യം പരിശോധിക്കണം. ചില കുട്ടികളുടെ ബാഗിനകത്ത് നമ്മൾ പറയാത്ത സാധനങ്ങൾ തന്നെ ഉണ്ട്. ബുക്കും പുസ്തകവും പേനായും മാത്രമല്ല. അല്ല, നമ്മളെ റോബിൻ, നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ വല്ലാതെ ഭീകരന്മാരെ പോലെ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഭയങ്കരമായി ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്. അവരുടെ ബാഗ് പരിശോധിക്കുന്നു, അവർ തിരിഞ്ഞാൽ പരിശോധിക്കുന്നു, അങ്ങോട്ട് നോക്കിയാൽ പരിശോധിക്കുന്നു, അവരെ മുടി വളർത്താൻ അനുവദിക്കുന്നില്ല, അവരെ ലിപ്സ്റ്റിക് ഇട്ടുകൂടാ, പൗഡർ ഇട്ടുകൂടാ, കണ്ണെഴുതിക്കൂടാ, അങ്ങനെ ഒന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മള് പഠിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അത് അത്രയും നന്നായി പഠിക്കാത്തവരാണല്ലോ നമ്മളിൽ പല ആളുകളും. അല്ലെ ശ്രീ റോബിൻ, നമ്മളിൽ പല ആളുകളും പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ പഠിക്കാതെ ഉഴപ്പി നടന്നവരാണല്ലോ, അല്ലേ? അപ്പൊ നമ്മൾ ഈ കുട്ടികൾ പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ചെറിയ കുറച്ചൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? കുറച്ചൊക്കെ കൊടുക്കണം. ഇത് പെട്ടെന്ന് നിരോധിക്കില്ല. അത് അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വേണം, മോശം കാര്യങ്ങളിലേക്ക് പോകാതെ പിള്ളേരെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീ റോബിൻ നമ്മുടെ മണിമലയിൽ നിന്നുള്ള പ്രേക്ഷകനാണ്. അദ്ദേഹം ഈ ഓട്ടോമൊബൈൽ രംഗത്താണ് പ്രവർത്തിക്കുന്നതാണ്. എന്നോട് പറഞ്ഞു കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നത് ശ്രീ ബാബുവാണ്. അപ്പോൾ ഞാൻ റഷീദ് കൊയിലാണ്ടി, നമ്മുടെ കൊയിലാണ്ടിയിലെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തെയും കാത്തിരിക്കുകയാണ്. ഏതായാലും ശ്രീ ബാബു, നമസ്കാരം. അങ്ങക്ക് ഈ കൊയിലാണ്ടിയിലെ സ്കൂളിലാണല്ലോ ഇപ്പൊ ഈ സംഭവം നടന്നത്. അപ്പോ തന്നെയാണ് അത് ഞാൻ ഇതിലേക്ക് ഒന്ന് വിളിക്കാൻ താല്പര്യമാണ്. പൊതുവേ ഞാൻ കാണാറുണ്ട് സാധാരണ. അപ്പൊ എന്താണ് ഈ കൊയിലാണ്ടിയിൽ ലിപ്സ്റ്റിക്കിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആളുകളിൽ നിന്ന് വരികയാണോ, അതോ ഇത് വേണ്ട, നമുക്ക് ഇത് ആവശ്യമില്ല? ഞാനൊരു പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതില് ശ്രീ ബാബു കേൾക്കാം. ഞാൻ അതിനെ കാണുന്നില്ല. പോയി ലിപ്സ്റ്റിക്കിനെതിരെ ഒരു വ്യാപകമായിട്ട് കൊയിലാണ്ടിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അപ്പൊ ഈ രക്ഷിതാക്കളുടെ ഒരു പൊതു താല്പര്യം എന്താണ്? കുട്ടികൾ ലിപ്സ്റ്റിക് എനിക്ക് ഞാൻ പറയാ, എന്റെ 2 പെൺമക്കളാണ്, 2 എനിക്കുള്ളത്. അവര് ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ +2 കഴിഞ്ഞു.
അപ്പൊ എനിക്കും പെൺകുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അവരൊരു ലിപ്സ്റ്റിക് ഇട്ടാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ ബാബു, ശ്രീ ബാബു? ഓ, കുട്ടികൾ കറക്റ്റ് ആണ്. അവർ നാച്ചുറലായിട്ട് പോകാന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ എനിക്ക്. അപ്പൊ ലിപ്സ്റ്റിക് ഇടണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കും. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ കേൾക്കണം എന്നില്ല അല്ലേ? അല്ല, എല്ലാ കുട്ടികളും അങ്ങനെ കേൾക്കൊന്നുമില്ല. പക്ഷെ കുട്ടികൾക്ക് അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും എനിക്ക് വിയോജിപ്പുണ്ട്. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കണ്ടേ? ഇതില് എന്താണെന്നറിയോ സാർ, ഞാൻ ഇതില് ഒരു കാര്യം ഞാൻ ഈ ന്യൂസ് ഇതിനോട് പൊതുവേദിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ലഹരി പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളില്ലേ, സൗന്ദര്യവർദ്ധന വസ്തുക്കളോ? വസ്തുക്കള് വെച്ചാൽ അതിന് ക്വാണ്ടിറ്റി ഉണ്ട്. അത് നമ്മള് കുട്ടികള് പൊതു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സിമ്പിളായിട്ട് കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട് വിളിച്ച്, സാധനങ്ങളിൽ ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങളിലേക്കൊക്കെ ഇത് വഴികാട്ടിയാണെന്ന് എനിക്കൊരു തോന്നിച്ചുണ്ട്. അപ്പൊ ഞാനിത് ശ്രീ ബാബു, ഞാനിത് ഇവിടുത്തെ വേറെ ചില പെൺകുട്ടികൾ എനിക്ക് പരിചയമുള്ളവരോട് ചോദിച്ചത്, അവർ ലിപ്സ്റ്റിക് ഇടുന്നവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് ക്യാൻസർ വരുത്തുമെന്ന് പറയുന്നതിൽ ലെഡ് ഉണ്ടെന്ന് പറയുന്നു, മാരകമായ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു എന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞ് നമ്മളിതിപ്പോ എന്തെടുത്താലും അതിൽ പലതരം പ്രശ്നങ്ങൾ പറയും. ചിക്കൻ കഴിക്കാൻ പോയാൽ പ്രശ്നമുണ്ടെന്ന് പറയും, ഇറച്ചി കഴിക്കാൻ പോയാൽ പ്രശ്നമുണ്ടെന്ന് പറയും, പാല് കുടിച്ചാൽ പ്രശ്നം എന്ന് പറയും. എല്ലാം പ്രശ്നമാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോ പിന്നെ ഇതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ അത് എന്താണ് ശ്രീ ബാബുവിന് തോന്നുന്നു? അതിൽ എനിക്ക് തോന്നുന്നത് ഇതിനാ നമ്മൾ അത് രക്ഷിതാക്കൾ അതിൽ ഇടപെട്ടിട്ട് ഏറ്റവും ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ അവർക്ക് വില അതിനനുസരിച്ചുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ ഉപയോഗിക്കുന്നതായി കുട്ടികളെ രക്ഷിതാക്കളെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിലേക്ക് രക്ഷിതാക്കളെ കൂടെ ഇടപെടൽ ഏറ്റവും ഗുണമായിരിക്കും. നല്ല വില വെടിപ്പുള്ള സാധനങ്ങൾ, മറ്റേ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മള് സമൂഹത്തിന് നൽകുന്ന ഒരു വല്ലാത്തൊരു ഇതാണ് പ്രശ്നമാണ് അല്ലേ? അത് ഞാൻ കൊയിലാണ്ടിന്നാണ് സ്ഥിരം. ഞാൻ ഇനി മറ്റു വിഷയങ്ങളൊക്കെ ഈ ഇതിൽ ഇടപെടും. വിളിച്ചിട്ട് കിട്ടിയാലും സന്തോഷമുണ്ട്. യെസ്, ഏതായാലും വളരെ നന്ദി ശ്രീ ബാബു. നമ്മുടെ കൊയിലാണ്ടിയിലെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. കാരണം ഇത്തരം ആളുകൾക്ക് അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം മുതിർന്ന കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. ശിവദാസൻ എന്നോടൊപ്പം ചേർന്നു, ബാലരാമപുരത്താണ്. ശ്രീ ശിവദാസൻ ചെറുപ്പകാലത്ത് ഈ സ്റ്റെപ്പ് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ? സത്യം പറയണം, നുണ പറയരുത്. നമസ്കാരം സാർ. നമസ്കാരം. ചെറുപ്പകാലത്ത് ബെൽ ബോട്ടവും ഓക്കെ, നല്ല രീതിയിൽ ആരും ചെത്തി നടന്നവൻ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം. കാരണം ഞാൻ കുറെ കാലമായല്ലോ പൊതുവേദി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായി എനിക്ക് ആളുകളുടെ ശബ്ദം കേട്ടാൽ ആളുകളുടെ സ്വഭാവം എങ്ങനെ എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഇപ്പൊ അങ്ങനെ ഒരു കഴിവ് കൂടി കിട്ടിയിരിക്കുക. അപ്പൊ മോസ്റ്റ് മോഡേണായി നടക്കാൻ ആഗ്രഹിച്ച ആളാണ് അന്ന് തൊട്ടേ ശ്രീ ശിവദാസൻ. അപ്പൊ ഇന്ന് മറ്റു കുട്ടികൾ അത് ചെയ്യുമ്പോൾ അപ്പൊ എങ്ങനെയാണ് കാണുന്നത്? തള്ളി പറയണോ, അതോ അവരെയും കൂടി ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒരു പരിധി വെച്ച് ചെയ്തോട്ടെ, എന്താ പറയുന്നത്? സാറേ, നമ്മളുടെ കാലത്ത് നമുക്ക് ഈ ലിപ്റ്റിക്ക് ഒന്നുമില്ല. പക്ഷെ എന്റെ അമ്മ എന്റെ സഹോദരിമാർക്കും ഈ കണ്ണെഴുതി, പിരി എഴുതി, കരി പൊട്ടിട്ട് ചുണ്ടിൽ ചുവപ്പിടാൻ നിവർത്തിയില്ല. എന്നിട്ട് അവർ ഈ നമ്മുടെ കൊച്ചങ്ങനെ സാധനം കുറച്ച് പറക്കിയിട്ട് അതിനെ ചെറുതായിട്ട് ഇടുമ്പോ കുറെ കഴിയുമ്പോൾ ചുമന്ന് വരും. ആ കാലം മാറിപ്പോയി. നമ്മള് കുഞ്ഞുങ്ങള് ലിപ്റ്റിക് ഇട്ടാലും ചെരുപ്പിട്ടാലും ഇഷ്ടപ്പെട്ട ബസ് ഇടുന്ന അത് അവകാശമാണ്. അവർക്ക് ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉള്ളൂ. കാരണം നല്ല ഭക്ഷണവും പണ്ടില്ലെങ്കിൽ ഇന്നും നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ എല്ലാ ആഹാരങ്ങളിലും കൃത്യമുണ്ട്. ഇല്ല സാർ, എല്ലാ കൃത്യമുണ്ട്. ഇപ്പൊ മദ്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് പാടില്ല. ഇപ്പൊ പുകവലി എഴുതിയിട്ടുണ്ട്, പാടില്ല. അതേപോലെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നോക്ക് ഉപയോഗിക്കുക. പിന്നെ സാറേ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉപയോഗിച്ച് വന്നതാണ്. എന്റെ അറിവിലാണ് ബ്രിട്ടീഷുകാർ അവരാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇത് അറിയില്ല, അവരെന്നാണ് ഇത് കാണുന്നത്. പക്ഷെ ഇന്ന് ഇത് ഒരു മാരകമാണ്. ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഏത് സ്കൂള് പറഞ്ഞാൽ, അത് PTA പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിരിക്കും. നല്ല കാര്യമായി ആയിക്കോട്ടെ, അതെന്തായിക്കോട്ടെ. പക്ഷെ അതിന് എന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റൂല. നമ്മളെ മക്കൾ കാണട്ടെ, നല്ല വസ്ത്രം ധരിക്കട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കാണ്ട, ഡോക്ടർ ആവണ്ട, എഞ്ചിനീയർ ആവണ്ട, ഒന്നും ആവണ്ട, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക. ആണായാലും പെണ്ണായാലും അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ മക്കൾക്ക് ബുദ്ധിയുണ്ട്, മനസ്സാണ് നല്ല ബുദ്ധിയുണ്ട്. നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നത്? പക്ഷെ നമ്മളെ ഇപ്പൊ തലമുറ മുതിർന്ന ആൾക്കാർ പറഞ്ഞ പുച്ഛിക്കുക. നമ്മളെ സ്വത്തല്ലേ. നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടുപോകണം. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണല്ലോ. അപ്പൊ കാറ്റ് കിറ്റിനെ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചിരുന്നു. കാറ്റ് കിറ്റ് സിംഗപ്പൂരിൽ ഇരുന്നാണ് നമ്മുടെ പൊതുവേദി കാണുന്നത്. അപ്പൊ ഇന്ന് കാറ്റ് കിറ്റ് വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ ആളുകൾ പൊതുവേദി കാണുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ, സുബീഷ് എന്ന പേരുള്ള ഒരു പ്രേക്ഷകൻ കൂടി ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ
കാറ്റ് കിറ്റിനെ അന്വേഷിക്കുകയും ചെയ്തു. കാറ്റ് കിറ്റ് സിംഗപ്പൂരിലിരുന്നു. പൊതുവേദി കാണുന്നു എന്നറിഞ്ഞാൽ സന്തോഷം. സിംഗപ്പൂരിലെ നമ്മുടെ പൊതുവേദി കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല, ഞാൻ മറ്റ് ഒരു മണിമലയിൽ നിന്ന് റോബിൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങയെ കൂടി മനസ്സിൽ ഓർത്തു, ശ്രീ കൃഷ്ണൻകുട്ടി ഇന്ന് വിളിക്കുമെന്ന്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മളുടെ ഈ സൗന്ദര്യ സങ്കല്പം വിപണി കേന്ദ്രീകൃതമായി മാറുന്നു എന്ന വേറൊരു വലിയ സൈദ്ധാന്തികമായ പ്രശ്നമുണ്ട്. സ്ത്രീ സൗന്ദര്യം വിപണിയാണ് നിശ്ചയിക്കുന്നത്. മെലിഞ്ഞ് വെളുത്ത ലിപ്സ്റ്റിക് ഇട്ട വ്യത്യസ്ത തരം വസ്ത്രങ്ങളുള്ള സൗന്ദര്യമാണ് ഉള്ളത് എന്നല്ലെങ്കിൽ അതാണ് ഒരു മാനദണ്ഡം എന്ന ഒരു ചിന്ത വരുന്നു. അങ്ങനെ വിപണി ഒരു മാനദണ്ഡം നിശ്ചയിക്കുകയും അതിലേക്ക് ആളുകൾ ചുരുങ്ങുകയും ചെയ്യുകയാണോ, അതോ ഇതൊക്കെ അത്ര ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ല എന്നാണോ കരുതേണ്ടത്? ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എല്ലാം വിട്ടിട്ട് നമ്മുടെ വിഷയം ഇങ്ങനെ തെരഞ്ഞെടുത്തത് ഒരു നല്ല കാര്യമാണ്. അല്ല, നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ധാരാളം റിട്ടയർഡ് അധ്യാപകർ നമ്മുടെ പ്രേക്ഷകരാണ്. മാത്രമല്ല വലിയ കുട്ടികളുള്ള അച്ഛനമ്മമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോൾ അവരൊക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായി ഇന്ന് പുതിയ ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായം പറയാൻ വന്നു. അതാണ് അതിലെ കാര്യം. അതെ, അത് ഇപ്പൊ നോക്കൂ, ഞാനിപ്പോ അന്നേരം ഈ സംഭവം കണ്ടപ്പോ എനിക്ക് അതിനെ പറ്റി തീരെ അറിയില്ലായിരുന്നു. എനിക്കൊരു പരിചയമില്ലാത്തൊരു വിഷയമാണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ. പക്ഷെ ഞാനത് ഓർക്കുന്നത് 1954 ഇറങ്ങിയൊരു പാട്ടുണ്ട്, എല്ലാരും ചൊല്ലണം എന്ന് പറഞ്ഞൊരു പാട്ട്. ഓർക്കുന്നില്ല? എല്ലാരും ചൊല്ലണ കല്ലാണ് നെഞ്ചിലെന്ന്. ആ പാട്ടിന് അവസാനത്തെ ലൈനുകളിൽ പറയുന്നത് അരയെണ്ണ കിളിവാലൻ വെറ്റില തിന്നന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണമെന്നൊരു ലൈൻ അതിനകത്തുണ്ട്. ഓർക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പാട്ട്. അതുകൊണ്ട് ഈ ചുണ്ട് ചോപ്പിക്കുന്ന പ്രയോഗമുണ്ട്, സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ അന്നുണ്ട്. അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ഇന്നിപ്പോ പിള്ളേര് ചുണ്ട് ചോപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഏതാണ്ടൊരു ചെറിയ താലിബാനിസം അല്ല എന്നാണ് എന്റെ സംശയം. എന്നു വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ പല ഭാഗത്തും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അതിലൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല. ഇന്ന് രാവിലെ ഞാന് ഒരു ബാലസംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. എന്റെ വീട്ടിലാണ് ബാലസംഘം കൂടിയത്. നാട്ടിലെ 10-35 പിള്ളേരുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവരുടെ ടാലന്റ് എന്നറിയുമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇപ്പോഴത്തെ കുട്ടികള്. അവരുടെ ഐക്യു ലെവലൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെക്കാളും എത്രയോ കൂടുതലാണ്. അവര് കിട്ടുന്ന അറിവൊക്കെ എത്രയോ കൂടുതലാണ്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഈ നോ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന ഒരു പരിപാടി നല്ലതല്ല. രണ്ടു വശത്തും മുടി പിന്നിട്ട് അങ്ങനെ തല താഴ്ത്തി സ്കൂളിൽ പോയി വീട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് എന്നൊരു സിനിമയിൽ ഉർവശി പറയുന്നത് പോലെ പോകേണ്ടവരല്ല കുട്ടികൾ എന്നാണോ? അല്ല, കാരണം അവര് കണ്ടു വളരുന്നതൊക്കെ എന്തൊക്കെയാ. ഇപ്പൊ AI-യുടെ കാലം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമായി. അവരൊക്കെ എന്തൊക്കെയാ അറിയുന്നേ. ഇപ്പൊ ഒരു മൊബൈൽ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഉപയോഗിക്കാൻ അറിയുന്ന ലിമിറ്റ് ഉണ്ട്, എന്തൊക്കെയാ അതിൽ ചെയ്യാവുന്നത്. ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു മൊബൈൽ നമ്മുടെ ഇന്ന പ്രശ്നം കൊടുത്തു കഴിഞ്ഞാൽ അവര് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചു വരും, അതിന്റെ പരിഹാരം ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ ലിപ്സ്റ്റിക് ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വെറും പൊട്ടത്തരല്ലാതെ വേറൊന്നുമില്ല. പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ഒരു ആധുനിക രീതി ചിന്തിക്കുന്ന നാട്ടുകാരുള്ള സ്ഥലമാണ് കോഴിക്കോട്. 5-6 കൊല്ലം ഞാൻ കോഴിക്കോട് ജോലി ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. എന്താണ് അവരിങ്ങനെ ചിന്തിക്കാൻ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. ആകാശവും കടന്ന് ചൊവ്വയിലേക്ക് ചിന്തിക്കുന്ന കാലത്ത് പറയാം ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. പൊട്ടത്തരമാണ്, പിന്തിരിപ്പനാണ്, താലിബാനിസമാണ്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു സ്കൂളിൽ നടപ്പിലാക്കിയത് മറ്റൊരു സ്കൂളിലേക്ക് പടരാതെ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ സ്കൂളിലുള്ളവരെ ഈ സംഗതി തിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ദിയാന പറയുന്നു ഒരു പ്രായത്തിൽ കുട്ടികളുടെ സൗന്ദര്യ ചിന്ത സ്വാഭാവികമാണ്, അത് മറന്ന് പലരും എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായ ആളുകൾക്ക് സൗന്ദര്യ ചിന്താഗതി ഉണ്ടാകും. അത് ഭംഗിയാകാൻ അല്ലെങ്കിൽ സുന്ദരിയാകാനും ഒക്കെ എല്ലാവരും ശ്രമിക്കും. അത് സൗന്ദര്യം എന്നതൊക്കെ അവരുടെ താല്പര്യം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സുഭാഷ് മുണ്ടക്കയത്ത് നിന്നാണ്. സുഭാഷ്, നമസ്കാരം. നമസ്കാരം. ശ്രീ സുഭാഷ് മുണ്ടക്കയത്ത് നിന്നാണ് വിളിക്കുന്നത്. സുഭാഷ് എന്ത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ കച്ചവടമാണ്. കച്ചവടം എന്താണ് കച്ചവടം? സൗന്ദര്യവർദ്ധന വസ്തുക്കളാണോ? അല്ല, അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ശ്രീ സുഭാഷ് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
അപ്പൊ അത് കുട്ടികൾ അങ്ങനെ ഒന്നാം ക്ലാസ്സിലിട്ട കുപ്പായം നമുക്ക് ഇന്ന് ഇടാൻ ഒക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികൾ താലിബാനിലോ പാകിസ്ഥാനിലോ ജീവിക്കുന്നത്, ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഒന്നാം ക്ലാസ്സിൽ കിട്ട കുപ്പായം നമ്മൾ വർഷങ്ങൾക്ക് എനിക്ക് 50 വയസ്സായി. ഞാൻ ഒന്നാം ക്ലാസ്സിൽ കിട്ട കുപ്പായം എനിക്ക് ഇന്ന് ഇടാൻ ഒക്കത്തില്ല. നമ്മളതുപോലെ മാറിയിട്ടുണ്ട്. നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാബു കൊല്ലത്തുനിന്ന്. ശ്രീ ബാബു കേൾക്കാമോ? കേൾക്കാം പറയൂ സാർ. അങ്ങ് ഏത് മേഖലയിൽ ഉള്ളയാളാണ്? ഞാനൊരു ബിസിനസ്മാൻ ആയിരുന്നു, ഇപ്പം ബിസിനസ് ഇല്ല, വിശ്രമ ജീവിതത്തിലാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബിസിനസ് രംഗത്തൊക്കെയുള്ള താങ്കൾക്ക് ഇതറിയാമല്ലോ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഒരു മേക്കപ്പൊക്കെ ഇട്ട് പോയാൽ അത് ഗുണം ചെയ്യും എന്നാണോ കരുതേണ്ടത്? അതോ അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഇങ്ങനെ വച്ചുകെട്ടുകളായി മാറുന്നു, അത് മുതലാളിത്ത സംസ്കാരം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് കരുതുന്ന ഒരു വശത്തുണ്ട്. അപ്പം അത് അല്ലാതെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തോട് ചേരാത്തതാണ് എന്ന് കരുതുന്ന വേറൊരു വിഭാഗമുണ്ട്. അപ്പോൾ താങ്കൾ ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്ന മേഖല സാറിനോട് പറഞ്ഞാൽ നല്ല വസ്ത്രം അണിയുന്നതിൽ ഏറ്റവും നല്ലത് തന്നെ. വസ്ത്രം നല്ലത് അണിയുന്നത് നല്ലത് തന്നെ. പക്ഷെ ഈ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന നാച്ചുറലായ സൗന്ദര്യമാണ്, അതിനെ വികൃതപ്പെടുത്തുന്നതാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം. ശ്രീ ബാബു ജോർജ് തീർച്ചയായും എതിരാണ്. എനിക്ക് മക്കളുണ്ടോ ലിപ്സ്റ്റിക് അടിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. അത് ഇത് നിരോധിച്ച ഏത് മേഖലയായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വ്യക്തമാണ്. ശരി, ഓക്കെ. അരവിന്ദാക്ഷൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരും. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അരവിന്ദാക്ഷൻ. നമസ്കാരം. ശ്രീ അരവിന്ദാക്ഷൻ ചെറുപ്പകാലത്ത് ഈ മുടി നീട്ടി വളർത്തുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ചെറുപ്പകാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ മുടി വളർത്താനുള്ള സൗന്ദര്യ സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കുട്ടികൾ ആ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്ന് കുറെ കൂടെ വ്യത്യസ്തരാണ്. പക്ഷെ അത് കുറച്ച് കെമിക്കലും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത്. എന്നാലും ഈ ലിപ്സ്റ്റിക്കിനെയൊക്കെ എങ്ങനെയാണ് ശ്രീ അരവിന്ദാക്ഷൻ കാണുന്നത്? അല്ല, നമ്മൾ ആരോഗ്യ പ്രശ്നം വരുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ഓക്കെ. അല്ലാതെ കുട്ടികളെ വല്ലാതെ നിയന്ത്രിക്കാൻ പാടില്ല. അവരുടെ ചെറുപ്രായത്തിൽ സൗന്ദര്യ സങ്കല്പമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അപകടകരമാണ്, നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ വല്ലാതെ നിയന്ത്രിച്ചാൽ അത് അപകടമാണ്. അപ്പൊ കുട്ടികളെല്ലാം രണ്ട് സൈഡിൽ മുടി കെട്ടി അങ്ങനെ തല താഴ്ത്തി പോകണം എന്ന അഭിപ്രായമില്ല. ഇല്ല, അങ്ങനല്ല. അവര് പുതിയ കുട്ടികളല്ലേ, അവർക്ക് ചില അങ്ങനല്ല. അത് നമ്മള് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കണം. അല്ലാതെ വല്ലാതെ നിയന്ത്രിച്ചാൽ അത് അപകടത്തേക്ക്. പുതിയ കുട്ടികളല്ലേ. കുട്ടികളെ ഇപ്പൊ പലയിടത്തും നമ്മൾ കേട്ടിട്ടില്ലേ, സ്കൂളിൽ നിന്ന് മുടി മുറിച്ചു കളയുന്നു, മുടി വെട്ടാൻ ടീച്ചർമാർ നിർബന്ധിക്കുന്നു. തെറ്റാണ്. വല്ലാതെ അവിടെ അച്ചടക്കത്തിലും ചിട്ടയിലും വരേണ്ടത് ആവശ്യമാണ്. സ്കൂളിന്റെ ചില നിയമങ്ങളൊക്കെ അനുസരിക്കണം. പക്ഷെ വല്ലാതെ നിയന്ത്രിച്ചാൽ അതൊക്കെ തന്നെ അപകടമാണ്. താങ്കൾ വ്യക്തമാണ്. ഗോപകുമാർ രവീന്ദ്രൻ എന്നോട് പറയുന്നത് നല്ല വസ്ത്രം ധരിക്കണം, അത് സ്വാഭാവികമായ ഒരു സൗന്ദര്യം ഉണ്ടാക്കും എന്ന് പറയുന്നു. സഞ്ജയ് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, ശ്യാം സുന്ദർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇത് ചിലരൊക്കെ ഇതിനെ താലിബാൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ആ സ്കൂളിലെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കത് ഒരു ചർച്ചയിലൂടെ എന്താണ് ഇതിൻ്റെ ഒരു ശരി അവർ ആരോഗ്യ പ്രശ്നം എന്നാണ് അവരും പറയുന്നത്. നോക്കാം നമുക്ക്. ഏതായാലും നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ഷാജി. ശ്രീ ഷാജി. ഷാജി സെബാസ്റ്റ്യൻ എന്നാണ് എന്റെ പേര്. എന്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഫാഷൻ ഷോയും മറ്റേതും ഉണ്ട്. 3 വയസ്സ് തൊട്ടുള്ള പിള്ളേർക്കൊക്കെ ഉണ്ട്. അവർ സ്റ്റേജിൽ കയറി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ ഒരുക്കുമ്പോൾ പോലും അവർ എനിക്കറിയില്ല ഇതിന്റെ പേരൊന്നും, ഈ ലിപ്സ്റ്റിക്കും മറ്റേ റൂഷ് ഷാഡോ എല്ലാം ഇട്ട് ഒരുക്കി മുഖവും എല്ലാം ഇതാക്കും, നല്ല ഭംഗി വരുത്താറുണ്ട്. അപ്പൊ സ്കൂളിൽ പോകുന്ന പിള്ളേരും കോളേജിൽ പോകുന്ന പിള്ളേരും അങ്ങനെ നടന്നത് എന്താ കുഴപ്പം? ദാറ്റ് ഇസ് വാട്ട് ദി റിക്വയർമെന്റ് ഓഫ് ദി സൊസൈറ്റി. എന്ന് മാത്രമല്ല, അത് മുംബൈയിലെ ബിസിനസിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഈ ഫാഷൻ എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിങ് ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം പ്രൊഡക്ഷൻ ലോറിയിലൊക്കെ പോലെ. അപ്പൊ അതുപോലെ ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്, ഒന്ന്. പിന്നെ രണ്ടാമത്തെ, നമ്മുടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മോഡേൺ, അതായത് ഇപ്പോഴത്തെ കൾച്ചറിന് യോജിക്കുന്ന പോലെ വേണ്ടേ പോകാനായിട്ട്. അല്ലാതെ സ്കൂളിൽ പറയാ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, മുടി ഈ 2 പിന്നിടണം, അല്ലെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല. അങ്ങനത്തെ ഒക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് മഹാ മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവറിഥിങ് ഷുഡ് ബി ആസ് പെർ ദി ലേറ്റസ്റ്റ് ട്രെൻഡ്. ഫാഷൻ ഷോ വേണം, ഇതെല്ലാം നടത്തണം. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ഒക്കെ ലോകത്തെ ട്രെൻഡ്
യൂറോപ്പിലും അങ്ങനെയുള്ള ട്രെൻഡ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. അത്യാവശ്യമായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും എന്നാണ്. ഡെഫിനറ്റ്ലി. അതായത് ഞാനൊരു പ്രൊജക്ട്, എന്റെ കമ്പനി തന്നെ 45 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കുറെ പെൺകുട്ടികളും ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ നടപ്പിലെ കോൺഫിഡൻസ്, ദി വേ ഇൻ വിച്ച് ദേ വർക്ക് ആൻഡ് ഗെറ്റിംഗ് ടു ആൻ ഓഫീസ്, അതൊക്കെയല്ലേ നമ്മൾ നോക്കുന്നു. ഞങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ അതായത് പെണ്ണോ ആണോ എന്നുള്ളതല്ല ഡിഫറൻസ്. നമ്മുടെ പട്ടാളത്തിൽ പെൺപിള്ളേര് ഫൈറ്റർ പ്ലെയിൻ പറപ്പിക്കുന്നില്ലേ, റാഫേൽ പറപ്പിക്കുന്നില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നെങ്കിൽ ദേ ഷുഡ് നോട്ട് ബി എനി റെസ്ട്രിക്ഷൻ ഫോർ ദ ഡ്രസ് കോഡ് ഓർ എനിത്തിങ്. അതായത് ഞാൻ ചിലപ്പോൾ 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 12 വരെയോ ഓഫ് കോഴ്സ് യൂണിഫോം ഒക്കെ ഇട്ട് പഠിക്കട്ടെ. അത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ NIT ചെന്ന് നോക്കുക, അവിടെ യൂണിഫോം ഉണ്ടോ, IIT നോക്കുക, ഓരോരുത്തരും യൂണിഫോം ടോട്ടലി ഫ്രീ അല്ലേ. അതായത് ചെറിയ ക്ലാസ്സിൽ ഓഫ് കോഴ്സ് ആ കാറ്റഗറി നമുക്ക് മനസ്സിലാക്കാം. ഞാനൊക്കെ മുണ്ടകയംകാരനാ, പഠിച്ചപ്പോൾ യൂണിഫോം എന്നാന്ന് പോലും അറിയില്ലായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഐ ആം എ സക്സസ്ഫുൾ മെയിൻ ബിസിനസ്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് മനസ്സിലാക്കി ഇത് +2 കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി മോഡേൺ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ശ്രീമതി അമ്മിണി എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീമതി അമ്മിണി പൊതുവേദിയിലേക്ക് കുറെ മുമ്പാണ് വിളിച്ചതല്ലേ? അതെ അതെ. പിന്നീട് എന്ത് പറ്റി? പൊതുവേദിയെ മറന്നുപോയോ? വിളിക്കുന്നുണ്ടായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു സാറേ. കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു തിരക്കിലായിപ്പോയെന്ന്. സാധാരണ അപ്പൊ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഏതായാലും അത് സന്തോഷം, പൊതുവേദി കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ശ്രീമതി അമ്മിണിക്ക് എന്ത് തോന്നുന്നു? പുതിയ കാല പെൺകുട്ടികൾ അവര് ലിപ്സ്റ്റിക് ഇട്ട് നടന്നോട്ടെ എന്നാണോ, അതോ അവർ പഴയ കാലത്തെ പോലെ നടന്നാൽ മതി എന്നാണോ? സാറേ, ലിപ്സ്റ്റിക്കിനകത്ത് വലിയ സൗന്ദര്യമൊന്നും ഇല്ല. ഇല്ല, ദൈവം കൊടുത്തിരിക്കുന്ന സൗന്ദര്യം കൃത്രിമമായ വസ്തുനിഷ്ഠയില്ലാത്ത കപട സൗന്ദര്യം വേണ്ട. യഥാർത്ഥ സൗന്ദര്യം മനുഷ്യന്റെ യഥാർത്ഥ മുഖമാണ്. പ്രായപരിധി ഇല്ലാതെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരും പ്രായപരിധി ഇല്ലാതെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ഇപ്പം. പോരാഞ്ഞ ഡ്രസ്സിനെ കുറിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞായിരുന്നു. ഡ്രസ്സിനെ കുറിച്ച് പല ചർച്ചകളും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അവസാനം നടിയുടെ കാര്യം പറഞ്ഞ് കോടതി വരെ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്ന അപ്പൊ ശ്രീമതി അമ്മിണി എവിടെ നിൽക്കുന്നു? ലിപ്സ്റ്റിക് ഇടണോ വേണ്ടയോ? ലിപ്സ്റ്റിക് അത് അതൊരു അമിതമായ ഒരു മേക്കപ്പ്. അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ സ്ത്രീകൾ കുറച്ചുകൂടെ ഒരു മാന്യമര്യാദയ്ക്ക് ഡ്രസ്സുകൾ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറയുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഞാനൊരു അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നില്ലേ? കുറച്ചും കൂടി ഒരു ചെറുപ്പകാലത്തല്ല, ഇപ്പോഴും തോന്നുന്നില്ല. എനിക്ക് 2 പെൺമക്കളുണ്ട്. പെൺമക്കൾ ഉപയോഗിക്കുന്നില്ല. അവരൊന്നും എന്റെ പെൺമക്കൾക്കും ഇല്ല മേക്കപ്പ് ഇല്ല, ഡ്രസ്സിനകത്താണെങ്കിലും. ഓക്കെ, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ത് എന്നത് പുരുഷന്റെ നോട്ടത്തിലല്ല, അത് അവരുടെ കോൺഫിഡൻസിലാണ്. അത് അവരെ എങ്ങനെ അവരെ സ്വയം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപക്ഷെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു വലിയ റോളുണ്ട്. അവർക്ക് അത് കുറെ കൂടി പറഞ്ഞ് അവരെ മനസ്സിലാക്കാനും കഴിയും. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വിഷയം ഒട്ടനവധി ആളുകൾ ഇന്ന് പുതിയ പ്രതികരണവുമായി എത്തി. ഇത് സ്ത്രീ സൗന്ദര്യം എന്നത് പുരുഷ ഫാന്റസിക്ക് അനുയോജ്യമായി രൂപകൽപ്പനപ്പെട്ടു വരികയാണോ എന്ന ചോദ്യം പലയിടത്തും വരുന്നു. ആദർശ ശരീര സൗന്ദര്യം എന്ത് എന്ന ചോദ്യം ഉയരുന്നു. മെലിഞ്ഞതായി തുടരുന്നതാണോ സൗന്ദര്യം എന്ന ചിന്തയും ഒരുക്കെ വരുന്നു. ഏതായാലും അങ്ങനെ 100,000 ചോദ്യം ഉയരുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് ഏതളവ് വരെ അവരുടെ സൗന്ദര്യവർദ്ധന രംഗത്ത് നിൽക്കാം എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഏതായാലും ഇതിനെ സംബന്ധിച്ചാണ് പൊതുവേദിയിൽ നിന്ന് നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഇതിൽ നിന്ന് ഒരു പൊതുധാരണയിലെത്താൻ ആളുകൾ കഴിയുമെന്നാണ് ഞാനും കരുതുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.